ബക്കറിൽ കൊടുക്കുന്ന പണമാണ്, അതൊന്നാണ് ചോദിക്കുന്നത്. ചെറിയൊരു ക്ലിയർ പോയാൽ മതി, കൂട്ടം കൂടി പോകരുത്. ഇന്ന് തങ്ങൾക്ക് ഒമ്പർക്ക് പോകാനും മദീനയിൽ പോയിട്ട് വായിക്കും. അള്ളാഹു സ്ഥലങ്ങള് സ്വർണ്ണ ഒരുപാട് സ്വർണ്ണാണ് മൂപ്പരുടെ മെയിന്. കടലാസും പെട്ടിയിലാണ് പണം അല്ല അങ്ങോട്ടൊന്ന് അത് പെട്ടിയിടുക അല്ലെങ്കിൽ കൈക്കുക. ഓരോ ആൾക്കാരെ കൈ കൊടുത്താൽ പ്രതിഫലം കിട്ടും. ഞങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ബാബുട്ടി കഴിഞ്ഞോ? പ്രിയമുള്ളവരെ, വോയിസ് കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കയ്യിലുള്ള പൈസയൊക്കെ കൊടുന്നോളിയും. അതിന് പൈസ വാങ്ങുവാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എല്ലാ പൈസ ഇന്ത്യ അടുത്ത് ഈ ചാക്കിക്ക് തന്നെ എത്തണം. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ നിങ്ങൾ സ്വർണം ഉണ്ടിച്ചെങ്കിൽ, സ്വർണം മുഖ്യമാണ്, സ്വർണത്തിന് ഭയങ്കര വിലയാണല്ലോ. അപ്പൊ സ്വർണം തരാനുള്ളവരൊക്കെ കൊടുന്നോളി. ഇത് എന്തിനാണ്? പേര് എത്തി മക്കളെ സഹായിക്കാന്. എന്റെ പൊന്നാര സഹോദരന്മാരെ, ഇങ്ങനെ നിങ്ങൾ കൊണ്ടേ കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങളുടെ കാര്യസാധ്യത്തിന്റെ പേരിലാണോ? ഇങ്ങനെ പണമിട്ടാല് കാര്യസാധ്യം നടക്കും എന്നുള്ളത് കൈക്കൂലിയല്ലേ നിങ്ങൾ ഈ കൊടുക്കുന്നത്? അല്ലേ? കൈക്കൂലി കൊടുത്തിട്ട് കാര്യം നടത്തുക എന്നുള്ള ഒരു തട്ടിപ്പാണ് ഈ ചെയ്യുന്നത്. ഞാൻ പറയുമ്പോ ഇതുപോലെയുള്ള ഈ ആത്മീയ ചൂഷണക്കാര് ഇവരെയൊക്കെ ടാക്സിന്റെ പരിധിയിലേക്ക്, ടാക്സ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഇൻകം ടാക്സ് ആയിട്ട്. മറ്റുള്ളതൊന്നുമല്ല, നമുക്ക് വരുന്ന വരുമാനത്തിന്റെ ടാക്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് അത് നോട്ട് ചെയ്തിട്ട് അതിന് പെരുകുന്ന സമയത്ത് നമുക്ക് വിളിക്കും. എന്നിട്ട് പെനാൽറ്റി അടക്കം നമ്മളെയും കൂടെ അടപ്പിക്കും. ഓക്കെ, തൊഴിൽ ചെയ്യുന്ന ആളുകള്, ഇപ്പൊ ബിസിനസ് ചെയ്തിട്ടുണ്ടാക്കുന്നതല്ലാതെ തൊഴിൽ ചെയ്യുന്ന സ്കൂൾ മാഷന്മാര്, ടീച്ചർമാര്, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരൊക്കെ ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ടാക്സ് കൊടുക്കുമ്പോൾ വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങുന്ന ഈ പണത്തിന് ടാക്സ് ഏർപ്പെടുത്തണ്ടേ? ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ 50-50 ടാക്സ് ആക്കിയാലും അവർക്ക് നഷ്ടമല്ല. 90% ടാക്സ് എടുത്തിട്ട് 10% അവർക്ക് കൊടുത്താലും അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. അവർക്ക് എന്താ, ഒരു മൈക്കടി 4 ചെയറിന്റെയും ഒരു പന്തലിന്റെയും വാടക കൊടുക്കണം എന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ടാക്സ് ഒന്നുമല്ല നമ്മളുടെ പ്രശ്നം. അത് ഗവൺമെന്റ് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഇത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്നത്? നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ? അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുൽ വിശ്വാസമല്ലേ? നിങ്ങൾ ഈ കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യം എന്തിനും കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണോ? ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? ആർക്ക് മുന്നിലും പോയി കഴിഞ്ഞാല് നിയമപരമായി കൊണ്ട് നീങ്ങുന്ന ആളുകൾക്ക് അവര് കൃത്യമായിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ആർക്കും കൈക്കൂലി കൊടുക്കേണ്ടതില്ല. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അപ്പോ കൈക്കൂലി ആരും കൊടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളും തെറ്റാണ്. നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കിട്ടിയിട്ടില്ലേ? അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. അതിന് കൈക്കൂലി കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. ഇതുപോലെയുള്ള പിഴച്ച വിഭാഗക്കാരെ നിങ്ങൾ പണവും സ്വർണവും എന്തൊക്കെയോ പോലെ ചോദിക്കണത് അല്ലേ? ഒരു നാണോ മാനോ ഉളുപ്പും ചേലും ഇല്ലാതെ ചോദിക്കുകയാണ്. പെണ്ണുങ്ങളെ സ്വർണ്ണൊക്കെ അങ്ങോട്ട് കൊടുത്താക്കിയും ആരും ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും സാധുക്കൾ 100-500 കിട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അരി വാങ്ങിയാലേ
അതെനിക്ക് പറ്റൂല. ആ ചാക്കിലേക്കൊക്കെ വരണം. പൈസ ചാക്കിലേക്കാണ് നിറച്ചിരുന്നത്. ബക്കറ്റിൽ കൊണ്ടുവന്നിട്ടും കടലാസും പെട്ടിയിൽ കൊടുന്നിട്ടും ഇങ്ങനെ കൊടുന്ന് നിറക്കുകയാണ് ഇതിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? പൊട്ടടിക്കാനേ. ആർഭാട ജീവിതത്തിന്, ലക്ഷറി ലൈഫ്, അത് സ്വപ്നം കണ്ടുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും നടക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഇതിനൊന്നും നിങ്ങൾ വശംവദരാവരുത്, ഇതിന് നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് പൊന്നു സഹോദരന്മാരെ പറയുവാനുള്ളത്. നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. നാളെ ശാശ്വതമായ ഒരു ജീവിതമുണ്ട്, അവിടെ എത്തുമ്പോ നിങ്ങൾ കുടുങ്ങും. ഇനി നമ്മള് മുൻപൊരു ഫോൺ കോളിൽ പറഞ്ഞ ആ ഒരു മാറ്റർ, അതിൽ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ റൂഹ് വിട്ടുപിരിഞ്ഞ് നമ്മുടെ ജീവൻ പോയതിനു ശേഷം നമ്മളുടെ ശരീരം കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതെടുത്തുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ നാട്ടുകാരും എല്ലാം കൂടിയിട്ട് 6 അടി കബറിനുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കും. വെച്ച് കഴിഞ്ഞ് മൂടുകല്ലും വെച്ച് അതിന്റെ മുകളിൽ മണ്ണൂട്ടിട്ട് തിരിച്ചു പോരും. അന്ന് ഈ പറയപ്പെട്ട കൈക്കൂലി നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഈ കൈക്കൂലി കൊടുത്ത ഈ ശൈഖന്മാരും മശായിഖന്മാരും ഒന്നും നിങ്ങളുടെ രക്ഷക്കെത്തൂല, അല്ലേ? 3 കെട്ടുകൾ കെട്ടിക്കൊണ്ട് നമ്മുടെ കബറ് സന്തൂക്കിലേറിക്കൊണ്ട് ശവമഞ്ചത്തിലേറിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കബർസ്ഥാനിലേക്ക് യാത്രയാകുമ്പോ 6 കാലുള്ള കട്ടിലിൽ കിടത്തിക്കൊണ്ട് നമ്മളെ ആളുകള് കൊണ്ടുപോകുമ്പോ അവിടെ പോയി ഈ ഇരുട്ടറയിൽ നമ്മള് കിടക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഉപകാരത്തിൽ പെടില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പറയുവാനുള്ളത്. ഇതുപോലെയുള്ള ചൂഷണങ്ങള് അതിന് നിന്നു കൊടുക്കരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചു കളയരുത്. ആ സമ്പത്തിനെല്ലാം നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സ്നേഹമെന്ന് പറഞ്ഞ് മീലാദ് കൊണ്ടാടിയത് കേരളത്തിന്റെ മണ്ണിലല്ലേ? ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? പ്രവാചകന്റെ മാതൃകയില്ല, സ്വഹാബത്തിന് കേട്ടുകേൾവിയില്ല, താബിഉകൾ ജീവിതത്തിലൂടെ നിർവഹിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബിദ്അത്ത് പ്രവാചകന്റെ പേരിൽ കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, പ്രവാചകനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. ആലോചിച്ചു നോക്കണം. പൂർത്തീകരിച്ചു തന്ന മതത്തിൽ അന്ന് പൂർത്തീകരിച്ച് കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട മതമുണ്ടല്ലോ, അതിൽ അന്ന് എന്തെല്ലാമാണോ ദീനായിട്ടുള്ളത് അത് മാത്രമാണ് ഇന്നും ദീനായിട്ടുള്ളത്. അന്ന് ദീനിലില്ലാത്തൊരു കാര്യം ഇന്നും നമുക്ക് ദീനായി കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രയധികം ആളുകളാണ് ഇത്തരം ഒരു വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളെക്കാൾ ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ലോകത്ത് നിയന്ത്രിക്കുന്നത് ഏതോ ഒരു വലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലില്ലേ? എല്ലാം സൃഷ്ടിക്കുന്നത് എന്റെ റബ്ബാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണ്, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ ചോദിക്കേണ്ടത് എന്റെ റബ്ബിനോടാണ് എന്ന് കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് പ്രവാചകനോടാണ്. ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് പ്രവാചകനോടാണ്. അത്തരം ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും വരികൾ അടങ്ങിയിട്ടുള്ള മൗലിദുകളാണ് വീടുകളിൽ പാരായണം ചെയ്യുന്നത്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിലൂടെ ചെയ്തു പോയ പ്രവാചകരെ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് നബിയോടാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞതെന്നറിയുവോ? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം പുറത്തു നൽകാൻ റബ്ബല്ലാതെ മറ്റാരാണ് നിനക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്, ആരാണ് നിനക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫ് സുമറിലൂടെ ചോദിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ എത്ര തിന്മ ചെയ്തു പോയാലും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെ പറയുന്നുണ്ട്,
ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ജീവിതത്തിൽ സ്വന്തത്തോട് ഒരുപാട് അതിക്രമം പ്രവർത്തിച്ച മനുഷ്യ, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും ജീവിതത്തിൽ വന്നത് നിനക്ക് പുറത്തു നൽകാൻ നിന്റെ റബ്ബുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും ആ റബ്ബിനെ വിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രവാചകനോടാണ്, ഔലിയാക്കളോടാണ്. ഈ മതം ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കാര്യമില്ല. എല്ലാം റബ്ബിനോട്. എനിക്ക് എന്റെ റബ്ബ് മതി. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്ക് ബരമേൽപ്പിക്കാൻ എന്റെ റബ്ബാണ് ഏറ്റവും നല്ലത്, അവൻ അതിന് മതിയാകുന്നതാണ് എന്ന് ഉറച്ച തീരുമാനം ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, സമുദായത്തിന്റെ കാര്യം നാം പരിശോധിക്കുമ്പോൾ ഒരു ഭാഗത്ത് ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും അനാചാരങ്ങളും നല്ല രൂപത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ലിബറലിസവും അതുപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികവാദങ്ങളും ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ പലിശ കെടുക്കലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹറാമിന്റെ സമ്പാദ്യങ്ങളും നമ്മുടെ സമുദായത്തിൽ തന്നെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്, കൊടികുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, അവൻക്ക് പേര് മുഹമ്മദ് എന്നുണ്ടായതുകൊണ്ട് നാളെ പരലോകത്ത് അവന് കയറാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. സ്വന്തം ജീവിതത്തിലേക്ക് പരിശോധിച്ചു നോക്കി, ഒരു മുസ്ലിം നാമം നാം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് മുഹമ്മദ് എന്ന് പേരുണ്ട്, അഹമ്മദ് എന്ന് പേരുണ്ട്, ആയിഷ എന്ന് പേരുണ്ട് എന്നതുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ് അല്ലാതെ, സർട്ടിഫിക്കറ്റ് അല്ലാതെ ജീവിതത്തിൽ മുസ്ലിമായി ജീവിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള മതസ്ഥരെ പോലെയല്ല. ഏത് മേഖലകളിലും മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് ഒരു മുസ്ലിം എന്നുള്ളത്. അവന്റെ വസ്ത്രധാരണയിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കൾ ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണയോടുകൂടെയാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് ഗൗരവത്തോടുകൂടെ നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. 1000, 2000, 10000 എടുത്ത് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നാളെ നരകത്തിലേക്കുള്ള ടിക്കറ്റാണോ ഞാൻ എടുത്തു കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വിശ്വാസിനിയുടെ വസ്ത്രം എങ്ങനെയായിരിക്കും.